സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ യൂട്യൂബിന്റെ ചരിത്രത്തിൽ പോലും ആരും ചെയ്തിട്ടില്ലാത്ത ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. സത്യം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ ഒറ്റയ്ക്കായിരിക്കില്ല ചെയ്യുന്നത്, എന്റെ കൂടെ ഒരാളും കൂടെ ഉണ്ട്. അപ്പൊ അയാളെ ഞാൻ ഇങ്ങോട്ട് വിളിക്കുന്നില്ല, ആളെ ഞാൻ ഇൻവിസിബിൾ ആക്കി വെച്ചേക്കാണ് എന്റെ മൊബൈലിനകത്ത്. അപ്പോൾ നമുക്ക് മൊബൈലിനകത്തിരുന്നായിരിക്കും നമ്മുടെ കാര്യങ്ങളെല്ലാം പരിപാടികളെല്ലാം നടക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ യൂട്യൂബറായ ശ്രീഷ്ണ പാർവതി വ്ലോഗ്സ് നിങ്ങൾ കേട്ടിട്ടില്ലേ, അതിലെ ശ്രീഷ്ണ പാർവതി തന്നെയാണ് നമുക്ക് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ശ്രീഷ്ണ പാർവതിയുടെ വിശേഷങ്ങളും ഒക്കെ നമുക്ക് പിന്നീട് അറിയാം വേറൊരു വീഡിയോയിൽ. അതിന് മുന്നോടിയായിട്ട് നമുക്ക് ഇന്നത്തെ ഈ ഒരു ബ്രേക്ക് ഹാർട്ട് ചാലഞ്ചിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും ശ്രീയും വെച്ചിട്ടായിരിക്കും ഈ വീഡിയോ ചെയ്യുക. അതായത് ശ്രീഷ്ണ പാർവതി വ്ലോഗ്സിൽ പോയി നിങ്ങൾക്ക് നോക്കിയാലും നമ്മുടെ, അതായത് എന്നോട് ചോദിക്കുന്ന ഒരു 15 ക്വസ്റ്റ്യൻസും ഞാൻ ശ്രീയോട് ചോദിക്കുന്ന ഒരു 15 ക്വസ്റ്റ്യൻസും അത് ഫുള്ള് സീക്രട്ട് ആയിരിക്കും. ആ സീക്രട്ട് ക്വസ്റ്റ്യൻസ് ഞങ്ങൾ രണ്ടുപേരും ഇത് മൊബൈലിലുണ്ട്, പക്ഷെ അത് ഡൗൺലോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ആ ക്വസ്റ്റ്യൻസിൽ 15th ക്വസ്റ്റ്യൻ ഹാർട്ട് ബ്രേക്ക് ചെയ്യുന്ന ഒരു രൂപത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ കാണാൻ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അതിന് മുന്നോടിയായി ഈ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും പണിഷ്മെന്റ് ഒക്കെ കൊടുക്കണ്ടേ, അതുകൊണ്ട്. അപ്പോൾ എനിക്കുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ നമുക്ക് അത് കണ്ടിട്ട് വരാം. അതിനുശേഷം നമുക്ക് ശ്രീയോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കണ്ടേ, അത് ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഞാൻ ചോദിക്കുന്ന ചോദ്യം ശ്രീഷ്ണ പാർവതി വ്ലോഗ്സിൽ കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻസ്, എനിക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് എനിക്ക് അറിയത്തില്ല. 15th ക്വസ്റ്റ്യൻ എന്താണെന്ന് അറിയാൻ വേണ്ടി എനിക്ക് ഇപ്പം തന്നെ പേടിയുണ്ട് എന്തായിരിക്കും ഇത്. അപ്പോൾ ഞാൻ ഇനി ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളുടെ മുന്നിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്ത് കേൾപ്പിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചോദ്യത്തിലോട്ട് കിടക്കാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ഫ്രണ്ട്സ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഇത് വലിയൊരു ഹായ് ഉണ്ട്. അതിന് മുന്നോടിയായി നമ്മുടെ ആദ്യത്തെ സബ്സ്ക്രൈബേഴ്സിനെല്ലാം ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്തതിന് വളരെയധികം സന്തോഷമുണ്ട്. പിന്നീട് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യുക, ഏത് സെഷനാണ് ഇഷ്ടപ്പെട്ടത്, ഏത് ക്വസ്റ്റ്യനാണ് ഇഷ്ടപ്പെട്ടതെന്നൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. ഇനി എന്തെങ്കിലും വീഡിയോ ഞാൻ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും ഒന്ന് സജഷൻ ബോക്സിൽ സജഷനായിട്ട് ഇട്ടേക്കാം കേട്ടോ. നമുക്ക് നേരെ വീഡിയോയിലോട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഞാൻ ഡൗൺലോഡ് ചെയ്യട്ടെ. ഒരു ദിവസം രാവിലെ എണീറ്റ് കണ്ണാടിയിൽ നോക്കിയപ്പോ ആയിഷ ചേച്ചിയുടെ സ്കിന്നും പിന്നെ കയ്യ്, കാല്, ഫേസ് ഒക്കെ നല്ല ചുക്കി ചുളിഞ്ഞിട്ട് ഒരു 80 വയസ്സും പ്രായമായിട്ടുള്ള ഒരു വൃദ്ധയുടെ പോലായി എന്ന് വിചാരിക്കാം. ചേച്ചിക്ക് അപ്പോ എന്താണ് തോന്നുക? നല്ല അടിപൊളി ക്വസ്റ്റ്യൻ. ആദ്യത്തെ തന്നെ നമ്മുടെ ഹൃദയം തകർക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു മുത്തേ. 80 വയസ്സുകാരി ആയതറിയാം ഞാൻ ആ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് പൊട്ടി കരയും. വേറെ ഒന്നും ഞാൻ ചെയ്യത്തില്ല, എനിക്ക് താങ്ങാൻ കഴിയത്തില്ല. ഞാൻ പെട്ടെന്ന് കിളവിയായെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പൊട്ടി അവിടെ വിങ്ങിപ്പൊട്ടി, അവിടെ വേണമെങ്കിൽ ആ വിങ്ങിപ്പൊട്ടി കരഞ്ഞ അപ്പൊ തന്നെ ഹാർട്ട് അറ്റാക്ക് ഒന്ന് ഞാൻ മരിച്ചു. വേറെ ഒന്നും എനിക്ക് പറ്റത്തില്ല, ഞാൻ മരിക്കും. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഒരുപാട് പേർക്ക് ചോദിച്ചിട്ട് ഇതിന് കറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. കോഴിയാണോ മുട്ടയാണോ ആദ്യം ഉണ്ടായത്? ചേച്ചിക്ക് എന്താണ് തോന്നുന്നത്? ഒരു ഡൗട്ടും ഇല്ലാതെ ഞാൻ പറയും കോഴിയാണ് ആദ്യം ഉണ്ടായത്. കാരണം ഞാൻ കുറെ വർഷങ്ങളായിട്ട് ഈ ഒരു ക്വസ്റ്റ്യന്റെ റിസർച്ചിലായിരുന്നു. കാരണം കുഞ്ഞുനാള് മുതലേ നമുക്ക് സ്കൂളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം ഉണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ അന്നോട്ടേ എല്ലാവരും എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരടുത്ത് ഞാൻ തർക്കിക്കുമായിരുന്നു. കാരണം കോഴിയാണ് ആദ്യം ഉണ്ടായതെന്ന് പറഞ്ഞു. കാരണം കോഴിയാണ് ദൈവം ആദ്യം സൃഷ്ടിച്ചത്. കോഴിക്ക് കാരണം ദൈവത്തിന് ആരെങ്കിലും ഒരാളെ സൃഷ്ടിക്കണമല്ലോ, കോഴി അല്ലെങ്കിൽ മുട്ട. കോഴിയെ സൃഷ്ടിച്ചാലേ മുട്ട ഉണ്ടാവത്തുള്ളൂ, മുട്ടയിൽ നിന്ന് അടുത്ത കോഴി വിരിയത്തുള്ളൂ. അല്ലെങ്കിൽ വെറുതെ ദൈവം ആകാശത്ത് നിന്ന് കോഴിയെ ജനിപ്പിച്ചു കഴിഞ്ഞാൽ ആ മുട്ട താഴെ വീണ് പൊട്ടത്തില്ലേ? അപ്പം ദൈവത്തിന് മുട്ടയെ ജനിപ്പിക്കാൻ പറ്റില്ലല്ലോ. ആദ്യം കോഴിയാണ് ആദ്യം ജനിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതാണ് കറക്റ്റ്. ഇനി അതിൽ തർക്കമില്ല. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. തേർഡ് ക്വസ്റ്റ്യൻ. ഈ ചമ്മന്തി എന്ന് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം? ചമ്മന്തിക്ക് ചട്നി. ഓക്കെ, അതാണ് കറക്റ്റ്. എന്തായാലും നമ്മുടെ ശ്രീ വന്നിരിക്കുന്നത് നല്ല അടിപൊളി കിഡ്കാച്ചി ക്വസ്റ്റ്യൻസോടാണ് ശ്രീ വന്നിരിക്കുന്നത് കേട്ടോ. അതിലൊരു ഡൗട്ടും ഇല്ല. ഇത് എവിടെ ഒപ്പിച്ചെന്നാണ് എനിക്ക് ഡൗട്ട് ഇപ്പോൾ. അപ്പോൾ നമുക്ക് അങ്ങോട്ടൊരു കിടിലം പണി കൊടുക്കണം, ഞാനത് കരുതി വെച്ചിട്ടുണ്ട്. പക്ഷെ എൻ്റെ ചോദ്യങ്ങളൊക്കെ ഈ ഒരു ലെവലല്ല, വേറെ അതൊക്കെ മേലുള്ള ലെവലാണ്. അപ്പം നിങ്ങൾ ആ വ്ലോഗ് പോയി കാണണം കേട്ടോ നമ്മുടെ ചോദ്യത്തിന് വേണ്ടി. അപ്പോൾ നമുക്ക് ശ്രീയുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം.
എന്തെങ്കിലും സാധനങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ വാങ്ങണം എന്ന് വിചാരിച്ചിട്ട് ഇതുവരെയും വാങ്ങാൻ പറ്റാത്തൊരു സാധനം, പിന്നെ അത് വാങ്ങാൻ അത്രയും ആഗ്രഹം ഉണ്ടാവാനുള്ള ഒരു റീസൺ? ഇത്രയും നാളായിട്ടും വാങ്ങാൻ ആഗ്രഹിച്ചിട്ട് കിട്ടാത്ത കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനൊരു മേക്കപ്പ് പേഴ്സൺ അല്ല, മേക്കപ്പ് അങ്ങനെ ഉപയോഗിക്കാറുമില്ല. പക്ഷെ സാധാരണ നോർമൽ ഒരു ഗേൾസ് ഉപയോഗിക്കുന്ന പോലത്തെ ലിപ്സ്റ്റിക്കും ഫൗണ്ടേഷനും അത് അത്രയൊക്കെ യൂസ് ചെയ്യും. പിന്നെ അല്ലാതെ നമ്മുടെ കുറേ യൂട്യൂബേഴ്സിനെ, ബ്യൂട്ടി ബ്ലോഗേഴ്സിനെ എടുത്തു കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ കുറേ കളർ പാലറ്റ്സ് ഉണ്ട്. കാരണം നമ്മുടെ ഐ ഷാഡോ ഇടുന്നതും പിന്നെ അതേപോലെ ഈ ഇവിടെ ബ്ലഷ് ഒക്കെ കൊടുക്കുന്ന രീതിയിലുള്ള കുറേ പാലറ്റ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ കുറേ കളർ ഈ യൂട്യൂബൊക്കെ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഞാൻ കുറേ പ്രാവശ്യം ആലോചിക്കുന്നുണ്ടായിരുന്നു ഇത് വാങ്ങിക്കണമെന്ന്. പക്ഷെ എനിക്ക് ഇതുവരെ അത് വാങ്ങിക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ അത് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യേണ്ട ആവശ്യം അങ്ങനെ വന്നിട്ടില്ല. അപ്പോൾ അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിട്ടും കിട്ടാത്തത്. അതായത് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ മേടിക്കാൻ പോകുമ്പോൾ പിന്നെ ഞാനങ്ങ് ബാക്കൗട്ട് ചെയ്യും. കാരണം ഞാൻ എന്തിനു വാങ്ങുന്നത്, അത് യൂസ് ചെയ്യത്തില്ല. വെറുതെ ഇവിടെ ഇരുന്നിട്ട് അതിൻ്റെ എക്സ്പയറി കഴിയുന്നതിനെക്കാട്ടി നല്ലത് വാങ്ങിക്കാതിരിക്കുന്നില്ലെന്ന് ഞാൻ പിന്നെ സ്വയം വിചാരിക്കും. പക്ഷെ ഭയങ്കര ആഗ്രഹം അതേ കണക്ക് മേക്കപ്പ് ചെയ്ത് മുടിയൊക്കെ സ്ട്രെയിറ്റ് ചെയ്തിട്ട് നടക്കാൻ വേണ്ടി. പക്ഷെ ഇതിപ്പോൾ ചുരുണ്ടിരിക്കുകയാണ് എന്താ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 5th ക്വസ്റ്റ്യനിലേക്ക് പോവാണേ. പിന്നെ 5th ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴെങ്കിലും ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് കൺമുന്നിൽ കണ്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ട്രാജഡി ആയിട്ടുള്ള വല്ല സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊന്ന് പറയേ. ആക്സിഡന്റ് ഇതുവരെ പറ്റിയിട്ടില്ല. പിന്നെ എനിക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനും എൻ്റെ സിസ്റ്ററും കൂടെ സൈക്കിളായിരിക്കും വരുന്നത്. സിസ്റ്റർ ആയിരിക്കും സൈക്കിൾ ഓട്ടിക്കുന്നത്. ഞാൻ പുറകിൽ ബാഗൊക്കെ ലോഡ് ചേർത്ത്, എന്നെ കണ്ടി ഡബിൾ ബാഗായിരിക്കും. പിന്നെ ചേച്ചിയുടെ ബാഗും കാണും. അതൊക്കെ ഞാൻ മടിയിൽ വെച്ചുകൊണ്ട് ബാക്കിലിരിക്കണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ബാക്കിൽ ലേഡി ബേർഡിൻ്റെ ബ്ലൂ കളർ സൈക്കിളായിരുന്നു എനിക്ക്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അറിയാം. അത് കുറേ വർഷം എൻ്റെ ചേച്ചി ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ട്യൂഷനും സ്കൂളിലൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് എൻ്റെ സൈക്കിളിൽ തന്നെയായിരുന്നു ഞാൻ പോയിക്കൊണ്ടിരുന്നത് കുറച്ച് കാലം കേട്ടോ. പിന്നെ അതിനകത്തുനിന്ന് എപ്പോഴും എൻ്റെ കാല് സ്ലിപ്പായി ആ വീലിനകത്തോട്ട് വീണിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ എപ്പോഴും തറയിൽ പടമായി വീഴുകയായിരുന്നു ഒരു പതിവ്. പിന്നെ എനിക്ക് ഉണ്ടായിട്ടുള്ള ഏറ്റവും ട്രാജിക്കലായിട്ടുള്ള സിറ്റുവേഷൻ, അതായത് ആക്സിഡന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കില്ല, എൻ്റെ മുൻപിൽ കണ്ടിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് ഇങ്ങനെ സ്കൂളിൽ പോകുന്ന സമയത്ത് പ്രൈവറ്റ് ബസ്സിലായിരുന്നു സ്കൂളിൽ പോകുന്നത്. അപ്പം 2 സ്കൂളിലെ പിള്ളേരാണ് ആ ബസ്സിൽ കയറാൻ വേണ്ടിയിട്ട് നല്ല ഇടിച്ചു തള്ളി. അതായത് നമ്മളും ഉണ്ട്, നമ്മളുടെ കണക്ക് ഡബിൾ സൈസുള്ള ബാഗും ഉണ്ട്. അപ്പം അതെല്ലാമായിട്ട് ഈ പിള്ളേർക്ക് കയറണം, അതിൽ ഞാനും ഉണ്ട്. അപ്പം ഞാനെപ്പോഴും ഇച്ചിരി ഒതുങ്ങി നിന്നിട്ട് ലാസ്റ്റ് കയറി സുഖമായിട്ട് നിൽക്കാമല്ലോ എന്നും പറഞ്ഞാൽ നിൽക്കുന്നത്. അന്ന് ഒരുപാട് ലേറ്റായ സമയത്ത് എനിക്ക് ബസ് കിട്ടിയില്ല. അപ്പോൾ ലാസ്റ്റ് വന്ന് നിറച്ചാളുള്ള ഒരു ബസ്സിനകത്ത് ഞാൻ ഇടിച്ച് കയറാനായിട്ട് ഞാൻ എങ്ങനെയെങ്കിലും കയറുമെന്ന് വിചാരിച്ചു. എൻ്റെ സോക്സ് എല്ലാം ചവിട്ടി സ്കൂളെത്തുമ്പോഴത്തേനകത്ത് നിറച്ചഴുക്കായിരിക്കും. അങ്ങനെ അതിനകത്ത് നിന്ന സമയത്ത് കണ്ടക്ടറും ബസ്സിൽ മണിയടിക്കാൻ നിൽക്കുന്ന ആളും ഒന്നായിരുന്നു അതിനകത്ത്. അതായത് കണ്ടക്ടർ കിളി എന്ന് പറയും. അപ്പോൾ കണ്ടക്ടറും കിളിയും ഒരാൾ തന്നെയായിരുന്നു. അപ്പോൾ ആള് താഴെ, അതായത് 3 സ്റ്റെപ്പ് ഉണ്ട് ബസ്സിന്, പ്രൈവറ്റ് ബസ്സിന്. അതിനകത്ത് ഏറ്റവും താഴെയാണ് ആള് നിൽക്കുന്നത്. അതിന് തൊട്ട് മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. അതിൻ്റെ മുകളിൽ ഒരു ചേച്ചിയുടെ ഷോള് പിടിച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അത്രയ്ക്ക് സ്ഥലമില്ല. വണ്ടി ഒരു സൈഡ് ഇങ്ങനെ ചരിച്ചാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ പെട്ടെന്നൊരു വളവ് വന്ന സമയത്ത് എൻ്റെ ബാഗിൻ്റെ ഫോഴ്സ് കൊണ്ട്, അതായത് എന്നെ കുറേ പേര് ഇങ്ങോട്ട് തള്ളി. അപ്പോൾ എൻ്റെ ബാഗിൻ്റെ ഫോഴ്സ് കൊണ്ട് എൻ്റെ ബാക്കിൽ നിൽക്കുന്ന ഈ കണ്ടക്ടറിനെ ഞാനായിട്ടല്ല, എൻ്റെ ബാഗിൻ്റെ ഒരു ഫോഴ്സ് മൂലം ഞാൻ തെള്ളി. അപ്പം അയാള് ബസ്സിന്റെ ഈ ഡോറുണ്ടല്ലോ, ഡോറിൽ ചെന്ന് പിടിച്ച് തൂങ്ങി നിൽക്കുമോ. ഞാനിത് കാണുന്നില്ല. ഞാൻ തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ താഴെ കിടക്കും. അത്ര അവസ്ഥയാണ്. അപ്പോൾ പറയുമ്പോൾ തന്നെ ശ്വാസം മുട്ടും. അപ്പോൾ ആള് പിന്നെ വണ്ടി എല്ലാവരും കൂടെ കൂകി വിളിക്കുന്നുണ്ട്, നിർത്ത് ബസ് നിർത്താൻ. അപ്പോൾ നിർത്തുന്നില്ല ബസ്. പെട്ടെന്ന് ബസ് നിർത്തിയപ്പോഴത്തേക്കും ഡോറ് വന്ന് തിരിച്ചടിച്ച് ആൾ വന്ന് താഴെ വീണ്. എല്ലാവരും കൂടെ അങ്ങ് ആളൊക്കെ കൂടി. ഞാനാണെങ്കിൽ സ്കൂളിലെത്തിയ സമയത്ത് ഇങ്ങനെ ഒന്നും മിണ്ടാനും പറ്റുന്നില്ല, ആരുടെ പറയാനും പറ്റുന്നില്ല. കാരണം ഞാൻ കാരണം വീണല്ലോ എന്നൊരു പേടിയാണ്. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് തന്നെ എന്നെ ബ്രെയിൻ വാഷ് ചെയ്ത്, അങ്ങനെ നീ കാരണമല്ല, ഇനി ഇടിയുള്ള ബസ്സിൽ പോവരുത്. അങ്ങനെ പിന്നെ ഞാൻ നേരത്തെ ഇറങ്ങാൻ തുടങ്ങി. ഇടിയില്ലാത്ത ബസ്സിൽ ഇരുന്ന് പോകാൻ നോക്കി. പിന്നെ ആളെ ഞാൻ കണ്ടിട്ടില്ല. ഇനിയിപ്പം ജീവനോടെ കാണണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ വലിയ പരിക്ക്, ചെറിയ ഒടുവും ചതവുമായിട്ട് രക്ഷപ്പെട്ട് കാണണം.
എന്ന് വിശ്വസിക്കാം. അപ്പം നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം കേട്ടോ. അത് ആലോചിക്കുമ്പോൾ തന്നെ നെഞ്ചിനൊരു വേദന. അപ്പം നമുക്ക് 6th ക്വസ്റ്റ്യനിലേക്ക് പോകാം. പിന്നെ 6th ക്വസ്റ്റ്യൻ ആണ്, കുറച്ച് സീരിയസ് ആയിട്ട് ആൻസർ പറയണം. അതായത് ഇപ്പോ കൊറോണ കുറെ പേർക്ക് സ്ഥിരീകരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അപ്പൊ ചേച്ചീനെ ആരോഗ്യമന്ത്രി ആക്കിയിട്ടുണ്ടെങ്കിൽ ചേച്ചി എന്തൊക്കെ നടപടികളാണ് ഈ കൊറോണയൊക്കെ കുറയാൻ വേണ്ടിയിട്ട് ചെയ്യുക? അപ്പോൾ ഈ കൊറോണ ടൈമിൽ ഞാനൊരു ഹെൽത്ത് മിനിസ്ട്രിയിലായി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ എവിടെ നോക്കിയാലും, കാരണം ആൾക്കാർക്കൊക്കെ ആദ്യം നമ്മുടെ ഈ കോവിഡ് കേരളത്തിൽ കുറച്ച് ആൾക്കാർക്ക് വന്ന് തുടങ്ങിയപ്പോൾ തന്നെ കുറെ അധികം ബോധവൽക്കരണമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എല്ലാ ആൾക്കാർക്കും, അതായത് കുഞ്ഞു വീട് മുതൽ വലിയ ആൾക്കാർക്ക് വരെ നല്ല പേടിയായിരുന്നു കോവിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇപ്പം ആസ് യൂഷ്വൽ അവർക്ക് എന്താണോ അവര് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതെല്ലാം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇപ്പം അവർക്ക് ഒരു പേടിയില്ല. കാരണം ഇപ്പൊ തന്നെ എല്ലാവരും ഒരു ക്രൗഡായിട്ട് ഒരു ജംഗ്ഷനിൽ വന്ന് ഒത്തുകൂടുക, ഒരുമിച്ച് നിൽക്കുക, സാനിറ്റൈസർ പോലും ആരും യൂസ് ചെയ്യുന്നില്ല. അതാണ് അതിലും വലിയ സത്യം. പിന്നെ ഓരോ സ്ഥലങ്ങളിലും ഇപ്പം തെർമോ സ്കാൻ ഇല്ല. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇപ്പോഴും അവര് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഞാനൊരു മിനിസ്റ്റർ ആയി കഴിഞ്ഞാൽ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്തൊക്കെയാന്ന് വെച്ചാൽ, പണ്ടത്തെ രാജാക്കന്മാർ ചെയ്തതുപോലെ, രാജാക്കന്മാര് പ്രജകളുടെ ക്ഷേമം അന്വേഷിക്കാൻ വേണ്ടി വേഷം മാറിപ്പോയ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അതേപോലെ തന്നെ മാസ്ക് ഇടാത്തവരെ തിരഞ്ഞ് ഞാൻ പോകും. എന്നിട്ട് ഇടാത്തവർക്ക് നല്ല ശിക്ഷ മേടിച്ചു കൊടുക്കുകയും ചെയ്യും. ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവരെ ഓരോരുത്തരെയും വീട്ടിൽ തന്നെ, അതായത് നമുക്ക് എല്ലാവരെയും കൊണ്ട് ശിക്ഷിക്കാൻ പറ്റില്ല. എന്നാൽ പിന്നെ ഈ ലോകം മൊത്തം ഉള്ള ഒരു പകുതി ശതമാനം ആൾക്കാർ മാസ്ക് ഇതാ ഇവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ ഇതാ ഇപ്പം വെച്ചോണ്ടൊക്കെ നടക്കും. പക്ഷെ എന്തെങ്കിലും ആവശ്യം വരുന്ന സമയത്ത് ഇതിങ്ങനെ മാറ്റിയിട്ട് കാര്യം പറഞ്ഞിട്ട് തിരിച്ചെടുത്ത് വയ്ക്കും. ഞാനാണ് മിനിസ്റ്ററെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അവരെ വീട്ടിൽ തന്നെ പൂട്ടിയിടാനുള്ള ഒരു നിയമം കൊണ്ടുവരും. അതിൽ കുറഞ്ഞ വേറെ ഒരു ശിക്ഷ അവർക്ക് കിട്ടാനില്ല. കാരണം വീട്ടിൽ തന്നെ കുറേ നാൾ അടങ്ങിയിരിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ക്വാറന്റൈനിൽ അത് കോവിഡ് വന്നാൽ എങ്ങനെയായിരിക്കും അവർ മനസ്സിലാക്കും. അത്രേ എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അതൊരു സ്ട്രിക്റ്റ് നിയമം തന്നെയാണെന്നാണ് എൻ്റെ എപ്പോഴുള്ള തോന്നുന്നത്. കാരണം ഞാൻ എപ്പോഴും സ്കൂട്ടിയിൽ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് ഞാൻ എപ്പോഴും വിചാരിക്കും, കാരണം ഈ ആൾക്കാർക്കൊക്കെ ഒരു ബോധമില്ലേ. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് പോലും മാസ്ക് ഇല്ലാതെ, ഒരാളെടുത്ത് താടിയിൽ വെച്ചേക്കും, ഒരാൾ അമ്മയ്ക്ക് ഈ ചെവിയിൽ ഇങ്ങനെ ഒരു വള്ളി ഇട്ടിട്ട് തൂക്കി ഇങ്ങനെ ഇട്ടേക്കും. ഞാൻ കുറേ പ്രാവശ്യം അപ്പം ഞാൻ ഇങ്ങനെ നോക്കി പോകുമ്പോഴത്തേക്കിനും അവർ എന്നെ കണ്ടിട്ടല്ല അവർ കൂളായിട്ട്, അതായത് പോലീസ് വരുന്നോ അത് വരുന്നോ എന്നൊന്നും അവർക്ക് നോട്ടമില്ല. അതായത് ബാക്കി വരുന്നവരെല്ലാം ഇങ്ങനെ കൈകെട്ടി പണ്ട് എങ്ങനെയായിരുന്നോ അതേപോലെയാണ്. പേടിയില്ല, പേടി വരുത്തണം, അതാണ് ആദ്യം ചെയ്യേണ്ടത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പൊ നമുക്ക് നമ്മുടെ 7th ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. 7th ക്വസ്റ്റ്യൻ, ആരോടെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് അബദ്ധമായി പോയി, അല്ലെങ്കിൽ വേണ്ടായിരുന്നു പറയണ്ടായിരുന്നു എന്നൊക്കെ തോന്നിയിട്ടുള്ള വല്ല സിറ്റുവേഷൻ ഉണ്ടോ? കുറച്ച് രസകരമായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് പൊട്ടയായിട്ട് തോന്നുന്ന വല്ല സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അത് പറയാൻ പറ്റുന്നതാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയും. ഉണ്ട്. എന്റെ ഈ മുമ്പിൽ ഇരിക്കുന്ന ആള് തന്നെ ഉണ്ട്. ഈ വീഡിയോ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുമ്പോഴും തല ആട്ടുന്നുണ്ട് കേട്ടോ. മറ്റാരുമല്ല അമ്മയുടെ അടുത്താണ്. അമ്മയടുത്ത് നോക്കി പേടിപ്പിക്കും. അമ്മയടുത്ത് യഥാർത്ഥത്തിൽ നമ്മൾ വീട്ടിൽ ഇങ്ങനെ സ്പാർക്ക് വരാറുണ്ടല്ലോ. അപ്പം വരാറുള്ളപ്പോൾ അമ്മ വഴക്ക് പറയുമ്പം ഞാൻ പറയും, അമ്മയ്ക്ക് എന്താ എൻ്റെ അടുത്ത് മാത്രം എന്തെങ്കിലും സംസാരിക്കുമ്പോൾ എത്ര ദേഷ്യത്തോടെ സംസാരിക്കുന്നത്, ബാക്കി എല്ലായിടത്തും ഭയങ്കര സോഫ്റ്റ് ആണല്ലോ എന്ന് ഞാൻ വിചാരിക്കും. അപ്പം അമ്മ യഥാർത്ഥത്തിൽ അതങ്ങ് നിർത്തും, പിന്നെ സംസാരിക്കുന്നതൊക്കെ നിർത്തും. പിന്നെ അത് ഞാൻ എൻ്റെ മനസ്സിൽ വെച്ച് ഇങ്ങനെ കുക്ക് ചെയ്ത് എടുത്ത് എൻ്റെ അടുത്ത് സ്നേഹമില്ല അങ്ങനെ കയറി തീർക്കും. പിന്നെ ചോദിക്കുന്നതിൻ്റെ മറുപടി എല്ലാം കുറച്ച് ഹാർഷായിട്ടായിരിക്കും. അപ്പം അമ്മയ്ക്ക് അത് ഫീൽ ചെയ്യും. പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നും വേണ്ടായിരുന്നു എന്ന് തോന്നാറുണ്ട്. അങ്ങനെ ഞാൻ അമ്മയുടെ അടുത്ത് പറയാറുണ്ട് കേട്ടോ. പിന്നെ ഞാൻ എന്നും പോകുന്ന സമയത്ത് അമ്മയുടെ ചിരി കണ്ടിട്ടേ പോവാറുള്ളൂ. അത് അമ്മയ്ക്കും നിർബന്ധമാണ്. ഞങ്ങൾ എന്തെങ്കിലും അടി ഉണ്ടെങ്കിൽ ഞങ്ങൾ ചിരിച്ച് കാണിച്ചിട്ടേ എങ്ങോട്ടെങ്കിലും പോകാറുള്ളൂ. അത് ഒരു സത്യമായ പരമമായ സത്യം. അപ്പൊ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് രാവിലെ എണീറ്റിട്ട് ഫോൺ നോക്കിയപ്പോൾ ചേച്ചിയുടെ സബ്സ്ക്രൈബേഴ്സും വ്യൂസും ഒക്കെ 0 ആയിട്ട് കിടക്കാം.
അപ്പൊ ചേച്ചിക്ക് എന്താണ് തോന്നുക? അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ചേച്ചി ഫസ്റ്റ് എന്താണ് ചെയ്യാ? സബ്സ്ക്രൈബർ കാരണം ഒരു നമ്മൾ അതിൽ ആർക്കും മനസ്സിലാവാത്ത കുറച്ച് സത്യങ്ങളുണ്ട്. കാരണം ഈ യൂട്യൂബിന്റെ ഒരു വീഡിയോ എടുക്കുന്നതിന്റെ പിറകിൽ നമ്മൾ എന്തോരം കഷ്ടപ്പാട് എന്ന് വെച്ചാൽ നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ അത് വീഡിയോ കാണുമ്പോൾ അത് സിമ്പിളാണെന്ന് തോന്നും. പക്ഷെ ഇതിന്റെ പിറകിൽ നമ്മൾ എന്തോരം കഷ്ടപ്പെടുന്നുണ്ടെന്നറിയാമോ? കാരണം ഇത് നിങ്ങളതൊന്നും വിചാരിക്കരുത് കേട്ടോ. കാരണം നമ്മൾ ഒരു വീഡിയോ എടുക്കുമ്പോൾ തന്നെ നമുക്ക് അത് ആ ഒരു ഷോട്ട് ഇപ്പം ശരിയായില്ലെങ്കിൽ, നമ്മളിപ്പം ഞാൻ എൻ്റെ ഫോണിൽ കട്ട് ചെയ്താണ് എടുക്കുന്നത്. അപ്പം അത് ശരിയായില്ലെങ്കിൽ, അതായത് നിങ്ങളുടെ മുന്നിലോട്ട് എത്തുമ്പോൾ, ഇതിപ്പോൾ ലൈവായിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. കാരണം ഇത് നമുക്ക് കറക്റ്റ് റിയാക്ഷൻ വീഡിയോ ആണ്, ഇപ്പോഴാണ് ഡൗൺലോഡ് ചെയ്യുന്നത്. ഇതല്ല ഞാൻ ബാക്കിയുള്ള വീഡിയോസിലാരും പറയുക. ഇതിപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ് ഞാൻ എഴുതിച്ച് പോയിട്ട് അത് പോസ് ചെയ്തിട്ടാണ് ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ എടുക്കുന്നത്. അങ്ങനെയാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു വീഡിയോയുടെ പിറകിൽ നല്ലൊരു കഷ്ടപ്പാടുണ്ട്. അപ്പോൾ അതെല്ലാം കഷ്ടപ്പെട്ട് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് വന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് തന്നെ സജസ്റ്റ് ചെയ്തിട്ട് വന്ന ഒരുപാട് പേരുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ എല്ലാവരും നമ്മളെ ഇഷ്ടപ്പെടുന്ന, നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അത് ഇത്രയും ആൾക്കാർ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഇല്ല, 0 ആയെന്ന് അറിയുമ്പോഴത്തേക്കിനും ഭയങ്കര സങ്കടം തോന്നും, ഭയങ്കര വിഷമം തോന്നും. അത് സഹിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടു ആ വീഡിയോ ഒക്കെ എടുത്ത് അത് എഡിറ്റ് ചെയ്ത് പിന്നെ അത് ഭയങ്കര കഷ്ടപ്പാട്. അതിൻ്റെ പിറകിൽ നമ്മുടെ ഹാർഡ് വർക്ക് ഉണ്ടെങ്കിലേ നമുക്ക് സക്സസ് ഉണ്ടാകത്തുള്ളൂ. അപ്പം നമ്മൾ ഇനി പരിശ്രമിച്ചുകൊണ്ടിരിക്കണം അവസാനം വരെ. 0 ആയിക്കഴിഞ്ഞാലും വീണ്ടും പരിശ്രമിക്കണം ഒന്നേന്ന്. അങ്ങനെ പരിശ്രമിക്കുമ്പോൾ അതിൻ്റെ ബലം നമുക്ക് കിട്ടിയിരിക്കും. അത് 100% ഉറപ്പ്. അത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് കുറേ സ്ഥലങ്ങളിൽ ജോബിൻ്റെ കാര്യത്തിലായാലും നല്ല അനുഭവമുണ്ട്. നമ്മൾ കഷ്ടപ്പെടുന്നിടത്തേ നമുക്ക് ദൈവം നമുക്ക് ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ തരുത്തുള്ളൂ. അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ടുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ബലം കിട്ടിക്കൊണ്ടേ ഇരിക്കും. ഇപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ചേച്ചിയുടെ ലൈഫിൽ ഏറ്റവും അബദ്ധം ആയിട്ട് തോന്നിയിട്ടുള്ളൊരു സിറ്റുവേഷൻ. അബദ്ധം എന്ന് തോന്നിയിട്ടുള്ള കാര്യം 2 കാര്യങ്ങൾ, 2 പ്രാവശ്യം ഒരു അബദ്ധം ഉണ്ടായിട്ടുണ്ട്. കാരണം നമ്മൾ ഇപ്പം കോവിഡ് ടൈമൊക്കെ ഇല്ലേ, അപ്പോൾ കോവിഡ് ടൈമിൽ നമുക്ക് പുറത്തൊന്നും പോകാനായിട്ട് പറ്റത്തില്ല. പറ്റാത്ത സമയത്ത് നമ്മൾ ഓൺലൈനിനായിരിക്കും കൂടുതലായിട്ടും ആശ്രയിക്കുന്നത്. അപ്പം ഞാൻ കൂടുതലായിട്ട് ഓൺലൈനിൽ തന്നെയാണ് ആശ്രയിച്ചത് എല്ലാ കാര്യത്തിനും. നമ്മുടെ വീട്ടിലേക്ക് എന്തെങ്കിലും സാധനം വേണമെങ്കിൽ ഞാൻ തൊട്ടടുത്ത ഷോപ്പിൽ തന്നെ പോയി വാങ്ങിക്കും. അല്ലാതെ തന്നെ നമുക്ക് എന്തെങ്കിലും ഇപ്പം വീട് പണി നടക്കുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ സാധനങ്ങൾ, പിന്നെ വീട്ടിലേക്കുള്ള കുഞ്ഞു സാധനങ്ങൾ ഒക്കെ ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിക്കണമെങ്കിൽ നമ്മൾ ഓൺലൈനിൽ പോകും. ഡ്രസ്സ് മേടിക്കാനാണെങ്കിൽ തന്നെ. അതിനെ പറ്റി 2 അബദ്ധങ്ങൾ ഞാനിപ്പോൾ പറയാനായിട്ട് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. കാരണം എൻ്റെ മിന്ത്ര വീഡിയോ നിങ്ങൾ കണ്ടായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ മറ്റേ മാക്സി ഡ്രസ്സിൻ്റെ സ്റ്റൈലിങ് ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലായിരുന്നോ? അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഇതേ മുകളിൽ പോയി കണ്ടിട്ട് വരണം. ആ വീഡിയോയ്ക്കകത്ത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ഗ്രീൻ കളർ ഒരു കുർത്തിയുടെ മാക്സി ഡ്രസ്. അപ്പോൾ സംഭവം ഞാൻ ആ വീഡിയോയ്ക്കകത്ത് പറഞ്ഞത് കാണിച്ചതുപോലെ തന്നെ നല്ല ഗ്രീൻ കളർ ആ അറ്ററൊക്കെ അടിപൊളിയാട്ടോ. പക്ഷേ അതിൻ്റെ ഒരു ക്വാളിറ്റി അധികം അങ്ങനെ ഉണ്ടെന്ന് തോന്നിയില്ല ഇൻസ്റ്റാഗ്രാമിൽ. പക്ഷെ എനിക്ക് ഡ്രസ്സ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കംഫർട്ടബിൾ ആണ്, എല്ലാം ആണ്. പക്ഷെ നമ്മൾ വിചാരിച്ചത്ര ഒരു ഇത് 100% കിട്ടിയില്ല. ഒരു 95 അത്രയൊക്കെ ഉള്ളൂ എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഞാൻ വിചാരിച്ച ആ ഒരു ക്വാളിറ്റി. പിന്നെ ഓക്കെ, അത് കുഴപ്പമില്ല, ഇഷ്ടപ്പെട്ടു, എല്ലാം മാറ്റി വെച്ചു. പിന്നീട് ഞാൻ വീണ്ടും അത് വിചാരിക്കാതെ ഇൻസ്റ്റാഗ്രാമിൽ വേറൊരു സ്റ്റോറിൽ പോയി ഞാൻ വീണ്ടും ഒരു സാരി പർച്ചേസ് ചെയ്തായിരുന്നു. അപ്പോൾ ആ സാരി ആണെങ്കിൽ അസ്സൽ പാണ്ടി, അമ്മ പറഞ്ഞു അസ്സൽ പാണ്ടി. ഞാൻ ഫോട്ടോ കണ്ടപ്പോൾ അടിപൊളിയാന്ന് പറഞ്ഞ് എടുത്തൊരു സാരി. അതായത് ഞാൻ ഓണത്തിന് ആ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഞാൻ യൂട്യൂബിൽ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചൊക്കെ എടുത്ത സാരിയാണ്. പക്ഷെ 1 ഫ്ലോപ്പായി പോയെന്ന് പറഞ്ഞാലും പോരാ, ലോക പരാജയമായി പോയി ആ സാരി. അപ്പം അതിനി എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അമ്മ പറഞ്ഞു ഓണത്തിന് ഈ സാരി എടുത്തുകൊണ്ട് തന്നെ നീ ആ യൂട്യൂബിൽ പോയി വീഡിയോ എടുക്കണം. അപ്പം ഞാൻ ആ ഓണത്തിന് ആ സാരി എടുത്തുകൊണ്ട് വന്ന് വീഡിയോ എടുക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അന്ന് ഇഷ്ടപ്പെടുവാണെങ്കിൽ പറയണം. അപ്പം ഞാൻ ഇന്ന് നേരത്തെ ഒരു വാക്ക് പാലിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി. ഞാൻ ഓണത്തിന് ആ സാരി എടുത്തുകൊണ്ട് വരുന്നതായിരിക്കും. 10th ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഒരു ചെറിയൊരു ടാസ്ക് പോലെയാണ്. അതായത് 10 സെക്കൻഡിനുള്ളിൽ അച്ഛന്റെ നെയിമും അമ്മയുടെ നെയിമും
തിരിച്ചിട്ടിട്ട് അത് വായിക്കണം. അതായത് എന്റെ പേര് ഇപ്പൊ പാർവതി അല്ലേ, അപ്പൊ YHT അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എഴുതില്ലേ, അതേപോലെ ജസ്റ്റ് വായിക്കണം. എഴുതാനൊന്നും പാടില്ല കേട്ടോ, ജസ്റ്റ് മൈൻഡിൽ തന്നെ അങ്ങനെ നോക്കിയിട്ടൊക്കെ ജസ്റ്റ് പറയണം. ഓക്കെ, 10 seconds അല്ലേ? ഓക്കെ, 1 2 3 സ്റ്റാർട്ട്. ഷീല, ALEEHS ഷീല. രാധാകൃഷ്ണൻ്റെത് രാധ പോലെ വേണ്ട രാധാകൃഷ്ണൻ. ഓൾറെഡി 1 2 3 സ്റ്റാർട്ട്. NANHSIRKAHDA. അപ്പോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. ഞാൻ നോട്ട് ചെയ്തിരിക്കുന്നു. അപ്പൊ 11th ക്വസ്റ്റിനിലേക്ക് പോവാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കല്യാണം കഴിക്കാൻ പോകുന്ന ആളെ കുറിച്ചുള്ള ഒരു 5 സങ്കല്പങ്ങൾ പറയണം. കുറച്ച് രസകരമായിട്ടുള്ളതാവാം, അല്ലെങ്കിൽ കുറച്ച് സീരിയസ് ആയിട്ടുള്ളതുമാവാം. ഒരു 5 എണ്ണം പറയണം. എന്റെ സങ്കല്പത്തിലുള്ള അമ്മ കണ്ടുരുട്ടി നോക്കുന്നത്. എന്റെ സങ്കല്പത്തിലുള്ള നമുക്ക് ഇപ്പൊ കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു പയ്യന്റെ ഒരു സങ്കല്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു നല്ല ഹൈറ്റ് വേണം, നല്ല വെയിറ്റ് വേണം. നല്ല വെയിറ്റ് എന്ന് വെച്ചാൽ ചക്കയല്ല കേട്ടോ, എന്ന് വെച്ചാൽ നമുക്കൊരു ഇച്ചിരി സൈസൊക്കെ വേണം. പിന്നെ നമ്മുടെ ടൊവിനോയെ പോലെ ഇരിക്കണം. മൂന്നാമത്തെ കാര്യം, ആ ടൊവിനോയെ പോലെ കുറച്ച് താടിയും ഇഷയൊക്കെ ഉണ്ടായിട്ട് ആദ്യം ഇരിക്കണം. വെൽ ഡ്രസ്ഡ് ആയിരിക്കണം എപ്പോഴും. വെൽ ഡ്രസ്ഡ് എപ്പോഴും അല്ല, കിടക്കുമ്പോഴും അങ്ങനെയൊന്നും അല്ല, എവിടെയെങ്കിലും വീട്ടിലൊക്കെ നിൽക്കുമ്പോഴും ഒന്നും അല്ല. എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ നല്ല നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് ഡ്രസ്സ് ചെയ്യണം, അത് മസ്റ്റ് ആട്ടോ. പിന്നെ നല്ലതായിട്ട്, അതായത് എല്ലാ കാര്യങ്ങളിലും ഇൻവോൾവ് ആയിരിക്കണം. അതായത് എവിടെയെങ്കിലും പോകുമ്പോഴായാലും സെലിബ്രേഷൻസിലായിരിക്കും. ഞാൻ നല്ല പാർട്ടി മോഡ് ചെയ്യുന്ന ആളാണ്, അപ്പം അതേപോലെ നല്ല അടിച്ചു പൊളിക്കുന്ന നല്ല ടോക്റ്റീവ് ആയിട്ടുള്ള ആളായിരിക്കണം എന്നാണ്. ഡാൻസ് കളിക്കണം. ഡാൻസ് കളിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഡാൻസ് കളിച്ചാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഡാൻസ് കളിക്കാൻ അറിയത്തില്ല, എന്നാലും ഡാൻസ് കളിക്കണം, നല്ല ആക്റ്റീവായിട്ടിരിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരു ചെറിയൊരു കുസൃതി ചോദ്യമാണ്. രായിൽ തുടങ്ങി രായിൽ അവസാനിക്കുന്ന ഒരു 3 അക്ഷരമുള്ള ഒരു വാക്ക്, അത് നമ്മുടെ ജീവിതത്തിലൂടെ 2 പ്രാവശ്യം കടന്നു പോകുന്ന ഒരു വാക്കാണ്. അതേതാണെന്ന് പറയണം. രായിൽ തുടങ്ങി രായിൽ അവസാനിക്കുന്നു. അമ്മ പണിഷ്മെന്റ് ഉണ്ട്. അറിയത്തില്ല. അപ്പൊ പണിഷ്മെന്റ് ഉണ്ട്. അപ്പൊ നമുക്ക് ഫസ്റ്റ് പണിഷ്മെന്റ് ഞാൻ സുല്ലിട്ടെ. അപ്പൊ ഞാൻ പാസ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ അതെനിക്ക് അറിയത്തില്ല. രായിൽ തുടങ്ങി രായിൽ അവസാനിക്കുന്നതല്ല അത്. അപ്പൊ അതിന്റെ ആൻസർ നമുക്ക് ശ്രീയോട് തന്നെ ചോദിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ പണിഷ്മെന്റ് ഫസ്റ്റ് എന്താന്ന് നമുക്ക് കേട്ടു നോക്കാം. ഫസ്റ്റ് പണിഷ്മെന്റ്. അപ്പൊ ഫസ്റ്റ് പണിഷ്മെന്റ് ആണ്, നാവ് കൊണ്ട് മൂക്കിന്റെ തുമ്പത്തേക്ക് എത്തിക്കാം. അതിന് പറ്റിയിട്ടില്ലെങ്കിൽ നെക്സ്റ്റ് പണിഷ്മെന്റ് ചെയ്യാം. അത് പറ്റത്തില്ല. അത് കുറെ ട്രൈ ചെയ്തിട്ടുണ്ട്, ബട്ട് അതെനിക്ക് പറ്റത്തില്ല. നാക്കോട്ട് മൂക്കിത്തോടെ എന്നെ കൊണ്ട് പറ്റത്തില്ല. നെക്സ്റ്റ് പണിഷ്മെന്റ് ഇതാണ്. നമ്മൾ കുഞ്ഞു കുട്ടികളായിരിക്കുമ്പോ അമ്മമാര് നമുക്ക് വലിയ പൊട്ടൊക്കെ തൊട്ടില്ലേ, നെറ്റീമയും പിന്നെ ഇവിടെയൊക്കെ കവളിലൊക്കെ ആയിട്ട്. അപ്പൊ അതേപോലെ വലുതാക്കിയിട്ട് കൺമഷി കൊണ്ട് അതേപോലെ തൊടണം. ഞാനപ്പോ ഈ ഒരുങ്ങി ഇരുന്നതൊക്കെ ഇതിനകത്താണ് എനിക്ക് കണ്ണും പൊട്ടുവിടേണ്ടത്. നമുക്ക് പോവാം, വൈകാതെ. ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. അധികമായാൽ അമൃതും വിഷം എന്ന് ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? അധികമായാൽ അമൃതും വിഷമോ? അപ്പൊ നെക്സ്റ്റ് പണിഷ്മെന്റ് ആണ്, അച്ഛന്റെ ഷർട്ട് എടുത്തിട്ടിട്ട് വീരപ്പൻ സ്റ്റൈലില് മീശ വരയ്ക്കാം.
ഇതെനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. അച്ഛൻ്റെ ഷർട്ടും മുണ്ടും കാര്യങ്ങളും എല്ലാം പാൻസും എല്ലാം നമ്മൾ ട്രോളിയിൽ കെട്ടി പൊടി അടിക്കാതിരിക്കാൻ വേണ്ടി തട്ടിൻ്റെ മുകളിൽ വെച്ചിട്ട് അച്ഛൻ പുറത്തായതുകൊണ്ട് അച്ഛൻ വന്നാലേ അതിനെ എടുക്കാൻ പറ്റത്തുള്ളൂ. അത്രയും ഹൈറ്റിൽ ഇരിക്കും അത്. അപ്പം അത് ക്യാൻസൽഡ്. അടുത്ത് നോക്കാം. എന്തായാലും എന്തെങ്കിലും ടെററായിരിക്കും തന്നേക്കുന്നത് എനിക്ക്. ഇനി നെക്സ്റ്റ് പണിഷ്മെന്റ് ആണ് ഒരു സ്റ്റീൽ ഗ്ലാസ് തലയിൽ വെച്ചിട്ട് നെക്സ്റ്റ് ക്വസ്റ്റിന് ആൻസർ പറയാം. ഇതിപ്പോ കണ്ടു കഴിഞ്ഞാൽ ഒരു കൊച്ചു ഭരതനാട്യം മോഹിന്റെ അടുത്താലേ വെച്ച് എന്തൊക്കെ കളിക്കുന്നുണ്ടല്ലോ, അതേ കണക്കിരിക്കും. നിങ്ങൾ എനിക്ക് കണ്ടോ? എന്റെ പണിഷ്മെന്റ്സ് ആണ് ഇതൊക്കെ. ഓക്കെ, ലെറ്റ്സ് വെയിറ്റ്. എന്തായാലും ഞാൻ അറിഞ്ഞു വന്നാണ് ഈ കുമ്പിടി ഹെയർ സ്റ്റൈൽ ഇത് കെട്ടിയത്. ചുമ്മാ കെട്ടിയ ചേട്ടാ, പിന്നെ ഇതൊരു സ്റ്റൈലിൽ ഇട്ടേക്കുക. ഞാൻ ഈ കുമ്പിടി എടുത്തത് ഇവിടെ ചരി വയ്ക്കാൻ പോവുക. വീഴത്തിനാ മതിയായിരുന്നു. വേണ്ട, ഇവിടെ തന്നെ വെക്കാം. ചലഞ്ച് അല്ലേ, ഇവിടെ തന്നെ ഇരിക്കട്ടെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വായിക്കാം. അടുത്ത ബ്രേക്ക് മൈ ഹാർട്ട് ചലഞ്ച് ആണ്. അപ്പോ ഹാർട്ട് ബ്രേക്ക് ചെയ്ത് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ആയിരിക്കും. ഈശ്വര. ഓക്കെ, ഞാൻ ഇടാൻ പോവാണ്. ദൈവമേ, എന്തായിരിക്കുമല്ലോ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ ആണ്. അതായത് ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു എന്ന് വിചാരിക്കാം. അപ്പൊ ചേച്ചിക്ക് അത്യാവശ്യം ഒരു ലോങ് ഹെയർ ആണെന്ന് വിചാരിക്കാം. അപ്പൊ ചേച്ചിയുടെ പാരന്റ്സിന് ഇഷ്ടം ലോങ് ഹെയർ ആണ്, പക്ഷെ ഹസ്ബൻഡിന് ഇഷ്ടം ഷോർട്ട് ഹെയർ ആണ്. അപ്പൊ ചേച്ചി ഇതിൽ ഏതാണ് സെലക്ട് ചെയ്യാ? അത് കുറച്ച് ചിന്തിക്കണമല്ലോ. എന്റെ ക്വസ്റ്റ്യന്റെ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ഈസ് വെരി സിമ്പിൾ. ലൈക്ക് ഞാൻ നല്ല മുടി ഉണ്ടായിരിക്കുമല്ലോ, എനിക്ക് നല്ല മുടി ഉണ്ടായിരിക്കുമല്ലോ. അപ്പം ഞാൻ നല്ല മുടി ഉണ്ടായിരിക്കുമ്പോൾ ഹസ്ബൻഡിന് ഷോർട്ട് ഹെയർ ആണ് ഇഷ്ടം. അതായത് ഇത്രയും നമുക്ക് വിചാരിക്കുന്നുണ്ട്, ഈ മുടിയുടെ അത്രയും. അതായത് അമ്മയ്ക്കും അച്ഛനും ലോങ് ഹെയർ ആണ് ഇഷ്ടമെങ്കിൽ രണ്ടുപേരും വെറുപ്പിക്കാൻ പറ്റത്തില്ല. സോ ഞാൻ ഇവിടെ ഷോർട്ടായിട്ട് കട്ട് ചെയ്തിട്ട് ബാക്കിൽ ലോങ് ആയിട്ട് വളർത്തും. അപ്പം ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഹസ്ബൻഡിന് തോന്നും ഷോർട്ട് ഹെയർ. ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ സിമ്പിൾ. അപ്പൊ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ 5 പണിഷ്മെന്റ്സ് ആണ് ഉണ്ടായിരുന്നത്. അതിൽ 4 എണ്ണം ഞാൻ ചെയ്തു ഓൾറെഡി പണിഷ്മെന്റ്സ്. അതിന് 2 എണ്ണം എനിക്ക് പറ്റാത്ത പണിഷ്മെന്റ്സ് ആയിരുന്നു, അത് ഞാൻ ചെയ്തില്ല. അപ്പോൾ 5th പണിഷ്മെന്റ് എന്താണെന്ന് അറിയാൻ എല്ലാവർക്കും ഒരു ആകാംക്ഷയിലായിരുന്നു. നമുക്കൊന്ന് കേട്ട് നോക്കാവേ. ഇനി നെക്സ്റ്റ് പണിഷ്മെന്റ് ആണ് ലിപ്സ്റ്റിക്ക് നല്ല കടുപ്പിച്ചിട്ടിടുക. അതും നല്ല റെഡ് ഷെയ്ഡോ അല്ലെങ്കിൽ ഒരു പിങ്ക് അല്ല, നല്ല കടുപ്പിച്ചിട്ടുള്ള എന്തെങ്കിലും ഷെയ്ഡ് ഇടുക. അതൊക്കെ ഇപ്പൊ നല്ല കോമാളിയായിരുന്നു സത്യം. അപ്പോ നമ്മുടെ എന്റെ സെഷൻ കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ നമുക്കിനി കുറച്ച് ക്വസ്റ്റ്യൻസ് ശ്രീയോട് ചോദിക്കണ്ടേ. അപ്പോ നമുക്ക് ശ്രീയുടെ ചാനലിൽ പോയിട്ട് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കത് ശ്രീയോട് ചോദിച്ചിട്ട് വരാം. അപ്പോൾ നിങ്ങളെല്ലാവരും ശ്രീയുടെ ചാനലിൽ പോയി ആ ക്വസ്റ്റ്യനുകളൊന്ന് കാണണം. ശ്രീയുടെ റിപ്ലൈ എന്താണെന്ന് പറയാൻ ഞാൻ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോകൾ കാണുന്നവരെ ബൈ ഫ്രം ഐഷു.